ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ വളരെ ബ്രോഡായി പരിഗണിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ നമ്പറുകൾക്കപ്പുറത്ത് അത് നൽകുന്ന ചില സൂചനകളുണ്ട്. ആ സൂചനകളിൽ ഒന്നെന്ന് പറയുന്നത് BJPയുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഉത്തരേന്ത്യയിൽ ഗണ്യമായി കുറയുന്നു. അഥവാ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അത് കുറയുന്നുണ്ട്. അത് ബീഹാറിൽ കുറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹരിയാനയിൽ കുറയുന്നുണ്ട്, പിന്നെ പഞ്ചാബിൽ കുറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും പെർസെൻറ്റേജ് വൈസായിട്ട് അവർക്കൊരു ഡിക്ലൈൻ ഉണ്ട്, രാജസ്ഥാനിലടക്കം. എന്നാൽ ആ ഡിക്ലൈൻ സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ മതിയായതല്ലാത്തതുകൊണ്ടാണ് അവിടെ സീറ്റുകൾ കൂടുതൽ പ്രതിപക്ഷത്തിന് ലഭിക്കാത്തത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാലും BJPയുടെ അതീശത്വം, മോഡി ഫാക്ടർ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ ആക്സിസ് പോൾ സർവേ നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ കിട്ടിയത് 52 സീറ്റാണ്. ഇത്തവണ പറയുന്നത് 70 സീറ്റ് വരെയാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു ഗ്രാഫും പെതിയെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീരെ നിർജീവമായ അവസ്ഥയിൽ നിന്ന് അത് കുറച്ചുകൂടി മെച്ചപ്പെടുന്നു എന്ന സൂചന. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി വളരെ ഡിസൈസീവായിട്ട് ഇതിലുള്ള ഒരു ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ, ഈ പ്രാദേശിക പാർട്ടികൾ പലതും തിരിച്ചടി നേരിടുന്നു, അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ട് കാണിക്കുന്ന ഒരു പാറ്റേൺ. തെലങ്കാനയിലെ BRSന് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 11 സീറ്റ് പാർലമെൻറ്റ് സീറ്റ് ഉണ്ടായിരുന്ന BRSൻ്റെ സ്ഥിതിയാണ് ഒരു സീറ്റും കിട്ടാത്തവണ്ണമുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടാമത്തത് ജഗൻ്റെ പാർട്ടിയാണ്. ആ ജഗൻ്റെ പാർട്ടിയും ഇപ്പോൾ തിരിച്ചടി നേരിടുന്നു, ഭരണവും നഷ്ടപ്പെടും, സീറ്റ് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ്. ആം ആദ്മി പാർട്ടിക്ക് പറയുന്നത് പഞ്ചാബിൽ 1-2 സീറ്റ് കിട്ടിയാലായി എന്നുള്ളതിനപ്പുറത്ത് സീറ്റ് ലഭിക്കില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നില. തൃണമൂൽ കോൺഗ്രസും ഏതാണ്ട് സമാനമായ രീതിയിൽ തിരിച്ചടി നേരിടുന്നുണ്ട്. ഇങ്ങനെ പ്രാദേശിക പാർട്ടികളെല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് പോകുന്നത്. ഈ എക്സിറ്റ് പോളിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ ഇവയൊക്കെയാണ്. പ്രാദേശിക പാർട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. BJP അതിൻ്റെ അതീശത്വം നോർത്ത് ഇന്ത്യ കൂടാതെ സൗത്ത് ഇന്ത്യയിലേക്കും, അതായത് ആന്ധ്രയിലേക്ക്, ഈസ്റ്റ് ഇന്ത്യയിലേക്ക്, ഒഡീഷയിലേക്ക്, അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയും വ്യാപിപ്പിക്കുന്നു. എന്നാൽ മറുവശത്ത് കോൺഗ്രസ്സിനും ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ചെറിയ ചലനമെങ്കിലും വോട്ടിങ്ങിൻ്റെ കാര്യത്തിലും സീറ്റിൻ്റെ കാര്യത്തിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ.